ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് വെൽക്കം ബാക്ക് ഒക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക, എൻ്റെ ഉള്ളിൽ നിന്ന് ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ പറയണത്. കാരണം ഞാനൊരു ചാനൽ ജസ്റ്റ് ഒരു മാസം മുമ്പൊക്കെ ഒന്ന് തുടങ്ങിയിട്ടിട്ട് അതിൽ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു സബ്സ്ക്രൈബറായി. അങ്ങനെ ഇപ്പോൾ ഇതാ 500 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ആൾക്കാരുടെ വീഡിയോസ് കാണുന്നുണ്ട്, കമൻസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു മൊമെൻ്റാണ്. എന്താ പറയുക, എൻ്റെ വീഡിയോസൊന്നും ആരും കാണുന്ന കരുതിയിട്ടൊന്നല്ലെങ്കിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യണത്. ആരെങ്കിലും എപ്പോഴെങ്കിലും കാണുമോ എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലൊക്കെ ചെയ്തിട്ടാണ്. ഇപ്പോൾ കുറച്ച് ആൾക്കാർ കണ്ടുവരുന്നുണ്ട്. 500 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്കതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരു മാസം കൊണ്ട് 500 ആൾക്കാരൊക്കെ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുമോ, അങ്ങനെ ഞാൻ കരുതിയിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ തന്ന സപ്പോർട്ട് ഇനിയും മുന്നോട്ട് എല്ലാവരും തരിക. ഞാൻ അതുപോലെ തന്നെ വേറെ 1-2 കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇതാ ഈ ഒരു 500 സബ്സ്ക്രൈബേഴ്സ് ആയി നിൽക്കുന്ന ഈ ഒരു മൊമെൻറ്റിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയിട്ട് ആർക്കെങ്കിലും ഉപകാരം ഇല്ല എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് എനിക്കുണ്ട്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുള്ളാണ്, വല്ല ഹെൽത്ത് ടിപ്സോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ സ്റ്റാർട്ടപ്പൊക്കെ ആഗ്രഹിക്കുന്ന വുമൺ, ഐ മീൻ ഹൗസ് വൈഫ്സിനൊക്കെ പറ്റിയ എന്തെങ്കിലും ടിപ്സോ അങ്ങനത്തെ ഒക്കെ വീഡിയോസ് ഞാൻ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എൻ്റെ ഈ ഒരു ചാനൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് എൻ്റെ മനസ്സിൽ അങ്ങനെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ വീഡിയോസ് തന്നെ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാ നാളെ മുതൽ ഞാൻ അങ്ങനത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഹെൽത്ത് വൈസ് ആയിട്ടുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കണമല്ലുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഞാൻ ഒരുപാട് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ട കാര്യങ്ങളൊന്നും അല്ല പറയാം. നമുക്ക് കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എങ്ങനെ 500 റുപ്പീസ് അല്ലെങ്കിൽ 1000 റുപ്പീസിനൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അതുപോലെ തന്നെ ചെറിയ ഇൻവെസ്റ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുക ഇതൊക്കെ ചെയ്യാമെന്ന് ഞാൻ പറയാമെന്നല്ലാതെ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലല്ലോ. അപ്പോൾ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ, എനിക്ക് എല്ലാ കഴിവൊന്നുമില്ലല്ലോ, എനിക്കറിയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റിയതിൻ്റെ അതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ ആയിട്ട് ചെയ്യാൻ ഞാൻ കരുതുന്നുണ്ട്. അപ്പോൾ ഇപ്പം തന്ന സപ്പോർട്ട് അതുപോലെ തന്നെ മുന്നോട്ട് പോവുക. കാരണം നിങ്ങൾ സപ്പോർട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ആരും കാണുന്നില്ല, അതിന് കമൻസ് ഇല്ല, അല്ലെങ്കിൽ എന്നോട് ആരും പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടൊന്നും പറയുന്നില്ല. അപ്പം എനിക്കും വീഡിയോ ഇടാൻ എന്തിനാ പിന്നെ വീഡിയോ ഇടണമെന്നുള്ളൊരു തോട്ട് വരും. പക്ഷേ ഇതുവരെ എനിക്ക് തന്ന സപ്പോർട്ട് ഇതുപോലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇൻഷാ അല്ലാ ഞാൻ എല്ലാ വീഡിയോസും ചെയ്യുന്നതാണ്. പിന്നെ എൻ്റെ ലൈക്കിന് ഇപ്പോൾ ഇതാ 10 മാസം കംപ്ലീറ്റ് ആയി ആ ഒരു സ്റ്റേജാണ്. എനിക്കൊരു 9 മന്ത് കംപ്ലീറ്റ് ആയ ഒരു ടൈമിലാണ് ഞാനിത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. 9 മന്ത് ഓൾമോസ്റ്റ് റണ്ണിങ് ആണ്, കംപ്ലീറ്റ് ആവാനായ ഒരു ടൈമിലാണ് ഞാനത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോസ് എടുക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈക്കിനെ വെച്ചിട്ട് വീഡിയോസ് എടുക്കുക പറയുന്നത് അത്ര ഈസി അല്ല. ഞാനൊരു വീഡിയോ ചിലപ്പോൾ രാവിലെ തന്നെ എടുക്കണമെന്ന് കരുതിയാൽ ചിലപ്പോൾ ഞാൻ രാത്രിയൊക്കെ ആ വീഡിയോ എടുക്കുക. ആ രാത്രി വീഡിയോ എടുക്കുന്ന ടൈമിലും ലൈൻ്റെ കൂടെ ഉണ്ടാവും. ചില വീഡിയോസിലൊക്കെ ഞാൻ ഓൻ എടുത്തിട്ടാണ് നിൽക്കുന്നത്. എനിക്ക് പിന്നെയും അവനെ ഒഴിവാക്കാൻ പറ്റില്ല മീൻസ് അവിടെ വെച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോൾ അത്യാവശ്യം എല്ലായിടത്തേക്കും എത്തണ ഒരു ഏജാണ്, ആ ഒരു ടൈമാണ്. അപ്പോൾ ഓനെ വെച്ച് ഞാൻ വീഡിയോസ് എടുക്കുന്നത് എനിക്ക് അത്ര ഈസി അല്ല. പക്ഷേ എല്ലാവരും ഇങ്ങനെ ഇനിയും വീഡിയോസ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അത് ഇനി എന്നെ കളിയാക്കി പറയുകയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്താണെങ്കിലും അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം കൊണ്ടാണ് ഞാൻ പിന്നെയും അങ്ങനെ റിസ്ക് എടുത്തിട്ട് വീഡിയോസ് ചെയ്യണത്. പിന്നെ എന്നോട് താത്ത ചോദിച്ച കാര്യമാണ്, എന്താ കുക്കിംഗ് വീഡിയോസൊക്കെ നിർത്തി, കുക്ക് ചെയ്തിട്ടൊക്കെ കൊളാവുകയാണോ, ഞങ്ങളാരും ടേസ്റ്റ് ചെയ്ത് നോക്കണില്ലല്ലോ എന്നൊക്കെ. കുക്ക് ചെയ്തിട്ട് കൊളായിട്ടൊന്നുമില്ല, കുക്ക് ചെയ്തൊന്നും കുഴപ്പമില്ല, അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉള്ള ഫുഡൊക്കെ തന്നെയാണ്. പിന്നെ ഓയിലും അങ്ങനത്തെ ഒന്നും യൂസ് ആക്കാത്ത ഫുഡിൻ്റെ റെസിപ്പീസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനനുസരിച്ചൊരു ടേസ്റ്റ് ഉണ്ടാവും, വറുത്ത് പൊരിച്ചതിൻ്റെ ഒരു ടേസ്റ്റൊന്നും കിട്ടൂല. ഞാൻ കുക്കിംഗ് വീഡിയോസ് ചെയ്യാത്തത് എൻ്റെ ലൈക്കിനൊക്കെ ഒന്ന് സെറ്റാക്കി കുക്ക് ചെയ്യാൻ ചെല്ലുമ്പോഴത്തേന് കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് കിച്ചൺ നല്ല ക്ലീനായി കിടക്കും. പിന്നെ അവിടെ ചെന്ന് അലമ്പാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇപ്പോൾ കുക്കിങ്ങിൽ നിൽക്കാത്തത്. അപ്പോൾ ഇനിയും നല്ല അടിപൊളി റെസിപ്പി വീഡിയോസൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, അതൊക്കെ ചെയ്യണം. അപ്പോൾ എന്താ പറയുക, ഇത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ ഭയങ്കര സന്തോഷത്തിലെടുത്തൊരു വീഡിയോ ആണ്. താങ്ക് യു സോ മച്ച്. പിന്നെ 500 സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ടാണോ ഇത്രയും പ്രഹസനം എന്ന് ചോദിക്കുന്നവരോട് എനിക്കത് വലിയ സംഭവമാണ് കേട്ടോ. എനിക്കത് ഭയങ്കര സംഭവമാണ്. എനിക്ക് അത്രയും വേണ്ടപ്പെട്ട 1-2 ആൾക്കാർക്കൊക്കെ സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് 500 സബ്സ്ക്രൈബേഴ്സ് ആയത്. കാരണം എനിക്ക് ഭയങ്കര ഹാപ്പി മൊമെൻ്റ് തന്നെയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആർക്കെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും.